എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത് നല്ലൊരു ശുഭവാർത്തയാണ്. നമുക്കറിയാം, ഈ ഇലക്ഷനിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ച കോൺഗ്രസിനോട് ചേർന്ന മറ്റ് പാർട്ടിക്കാരും അവരുടെ എല്ലാവരുടെയും സന്ധിയില്ലാതെ, യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒരു മനസ്സോടുകൂടി ഒന്നിച്ചു നിന്ന് പൊരുതി വാങ്ങിയ ഒരു വിജയമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ കീറാമുട്ടിയായിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ഒരു ആശങ്കയാണ്. എനിക്ക് പ്രധാനമായി പറയാനുള്ളത് ശ്രീ KC വേണുഗോപാലിനോടാണ്. താങ്കൾ മൂലം ഒരിക്കലും കേരളത്തിൽ ഒരു MP വേണ്ടിയൊരു ബൈ ഇലക്ഷനോ MLAക്ക് വേണ്ടി ഒരു ബൈ ഇലക്ഷനോ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണക്കാർ ആരാണോ അവർ തന്നെയായിരിക്കും. അവരെ നാം ഒരു BJPയുടെ ഏജൻസികൾ ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഒരിക്കലും ഒരു ബൈ ഇലക്ഷനിൽ കൂടി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് പാവം പിടിച്ച, നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുത്തിയവരെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഒരു സംവിധാനമായിട്ടേ കാണത്തുള്ളൂ. സോ ദയവ് ചെയ്ത് മിസ്റ്റർ KC വേണുഗോപാൽ, താങ്കൾ ഇതിൽ നിന്നും, അതായത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താങ്കൾ ഒഴിഞ്ഞു മാറണം. താങ്കൾക്ക് നല്ലൊരു പദവി കേന്ദ്രത്തിലുണ്ട്, അത് താങ്കൾ നല്ല രീതിയിൽ നടത്തുന്നു. മാക്സിമം നിങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. എവരിവൺ അതിൽ സന്തുഷ്ടരുമാണ്. മറിച്ച് അതിനെല്ലാം തകർത്ത് തരിപ്പണമാകുന്ന രീതിയിലോട്ട് നിങ്ങൾ മാറരുത്. ഇവിടെ ഇപ്പോൾ ശേഷിക്കുന്നത് രമേശ് ചെന്നിത്തലയും VD സതീശനും. അവർ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ അത് സൗമ്യതയിൽ കൂടി അതിനുള്ളൊരു ഇത് കണ്ടെത്താൻ പറ്റും. ഇതുപരിയായി എനിക്ക് സോണിയാജിയോടും രാഹുൽ ഗാന്ധിയോടും പ്രിയങ്കയോടും പറയാനുള്ളത്, ഒരു രീതിയിലും രാജ്യത്തിനു വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട നിങ്ങളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെയും നിങ്ങളുടെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെയും പേരിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. അവർ രക്തസാക്ഷിത്വം വഹിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അതിൽ ആ ഒരു ഓർമ്മ നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. അതിൽ ഒരിക്കലും നിങ്ങൾ ആ പേരിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. പലരും നിങ്ങളെ പ്രകോപിപ്പിക്കാം. നിങ്ങൾക്കൊന്നറിയാം, കോൺഗ്രസ് മുക്ത ഭാരതമാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്ന BJPക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ ഒരു വിജയം കൈവരിക്കാൻ നിങ്ങളും ശ്രമിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആരുടെയെങ്കിലും ഒരു പ്രേരണ മൂലം ആരെയെങ്കിലും ഒരു സ്ഥാനത്ത് പിടിച്ചിരുത്തി ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ചവരെ കംപ്ലീറ്റ് അവരുടെ മാനസിക അവസ്ഥയെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റേജ് ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഒന്ന് വിചാരിക്കുക, MLAമാരല്ല ഇവരെ തിരഞ്ഞെടുക്കുക, അവർ അഭിപ്രായം പറയാം. പക്ഷേ ഇതിൽ പങ്കെടുത്ത ഓരോ വോട്ടർമാരുടെയും മനസ്സിൽ ചില കാൽക്കുലേഷൻസ് ഉണ്ട്. അവരെ നിങ്ങൾ വ്രണപ്പെടുത്തരുത്. അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ ആരായണം. അതുകൊണ്ട് കഴിവതും ഇത് വൈകിക്കാതെ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. വേണുഗോപാലിനെ നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. അത് നിങ്ങളുടെ അച്ഛനോടും നിങ്ങളുടെ മുത്തശ്ശിയോടും ഈ പ്രസ്ഥാനത്തോടും ചെയ്യുന്ന വലിയ ക്രൂരതയായിരിക്കും. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ രീതിയിൽ മോദി ചിത്രിച്ച് പപ്പു മോനെന്നും
എന്തൊക്കെയോ സംസാരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. പക്ഷെ ആ പേര് ഇപ്പോൾ കുറഞ്ഞു വന്നു. അതിനെ വീണ്ടും ഒരു പപ്പുവാക്കി മാറ്റാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അതിനുവേണ്ടി വ്യക്തമായൊരു തീരുമാനമെടുക്കണം. തൻ്റെടമായ തീരുമാനമായിരിക്കണം. അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പോ സ്വന്തമോ ബന്ധമോ സ്വന്തമോ ജാതിയോ ഒന്നും കൂട്ടിക്കലർത്തരുത്. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിശാലികളാണ്, അവർക്ക് ബുദ്ധിയുണ്ട്. നിങ്ങളുടെ ഗൈഡൻസാണ് അവർക്ക് ആവശ്യം. പക്ഷേ അവർ പ്രോപ്പറായി ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും BJP എന്നുള്ള പ്രസ്ഥാനം കേരളത്തിലേക്ക് കാലൂന്നത്തില്ല. അവർക്ക് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പിണറായിയുടെ ഒരൊറ്റ ഇതുകൊണ്ടാണ് അവർ 3 സീറ്റ് കരസ്ഥമാക്കുക. അത് പിണറായിക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ പിണറായിക്ക് BJPയിൽ നിന്നും നല്ല കൊട്ട് കിട്ടും. അതിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അത് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ കേന്ദ്രത്തോട് പറയുന്നു, കേന്ദ്ര സമിതി അംഗങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് അയക്കരുത്. അത് വലിയ കോളിളങ്ങൾക്ക് ഇതാകും. ഇനി VD സതീശനോ ചെന്നിത്തല എന്താണെന്ന് അത് നിങ്ങൾ തീരുമാനിക്കുക. അതിന് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു എക്സ്പ്ലെയിൻ ടോക്ക് അബൌട്ട് ദം. ബട്ട് എനിക്കാകെ പറയാനുള്ളത് KC വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കരുത്. കേരളത്തിൽ എത്ര MLA വിചാരിച്ചാലും അവരെ നിങ്ങൾ അത് മുഖവിലേക്ക് എടുക്കരുത്. നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടത് ജനങ്ങളുടെ വികാരമാണ്. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ കഴിവതും കൂടുതൽ ഈ ആരാണ് വേണ്ടതെന്ന് കൂടുതൽ ദീർഘിപ്പിക്കാതെ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കണം. എതിരാളികൾ നമുക്ക് എതിരായിട്ട് സംസാരിക്കാനോ ഈ കോൺഗ്രസ്സിനെ കളിയാക്കാനുള്ള സാഹചര്യം നിങ്ങൾ വരുത്തി തീർക്കാതിരിക്കുക. ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രഷറുണ്ട്, അറിയാം. നിങ്ങളുടെ ഒപ്പം ഒരു ഒപ്പം യാത്ര ചെയ്യുന്നതാണ് KC വേണുഗോപാൽ. വേണുഗോപാലിനെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. വേണുഗോപാലിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. സൗമ്യതയോടെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധവൽക്കരിപ്പിച്ച് ഈ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ശ്രദ്ധ പിന്തിരിപ്പിക്കുക. അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ്. വർക്കിംഗ് കമ്മിറ്റി ആളായി അവിടെ വർക്ക് ചെയ്യുന്നു. ആ സെക്രട്ടറി പദം നല്ല രീതിയിൽ അയാൾ അലങ്കരിക്കുന്നു. അത് കണ്ടിന്യൂ ചെയ്യട്ടെ. അങ്ങനത്തെ റോൾ ഡൽഹിയിലാണ് എന്ന് വിചാരിച്ച് കേരളത്തിന് റോൾ ഇല്ലെന്ന് പറയുന്നില്ല. അവർക്ക് ആകാം, ആവശ്യത്തിന് നല്ല കാര്യങ്ങൾക്ക് അതാകണം. തെറ്റിനെ ശരിയാക്കാനും ഒക്കെ ശ്രമിക്കണം. കാരണം KC വേണുഗോപാലിന് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എല്ലാ തൻ്റെ ഇടവുമുണ്ട്. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഒരിക്കലും KC വേണുഗോപാൽ ഒരു കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററാകാൻ ഉള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. പ്രധാനമായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക, ഒപ്പം നിങ്ങളുടെ മദറായ സോണിയാഗാന്ധി. ഇത് നാറ്റം കേസാക്കി കളയരുത്. നമ്മുടെ രാഷ്ട്രീയമാണ്. ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഇനിയൊരു മറ്റൊരു പാർട്ടി കേരളം ഭരിക്കില്ല. കോൺഗ്രസ് തന്നെ ആയിരിക്കണം. ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്, അറിയാം. നമ്മൾ ഇലക്ഷന് നല്ല വിജയം കണ്ടെത്തി. ഇനി ഈ ചീഫ് മിനിസ്റ്റർ തിരഞ്ഞെടുക്കുന്നതും സൗമ്യമായും നല്ല രീതിയിലും നല്ലൊരു അന്തരീക്ഷത്തിലും ഉള്ളൊരു തിരഞ്ഞെടുപ്പ് നടത്തണം. കഴിവതും ഇന്നോ നാളെയോ തന്നെ അതിനൊരു മറുപടി കണ്ടെത്തി ജനങ്ങളെ അറിയിച്ചാലും. താങ്ക് യു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.